ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമയുടെ രാഘവൻ നായർ ശാലിനിയെ കുറിച്ച് പറയുന്നു. ശാലിനിയുടെ തിരിച്ചുവരവ് അതെങ്ങനെയായിരിക്കുമെന്ന് സത്യഭാമയുടെ രാഘവൻ നായർ അറിയിക്കുമ്പോൾ സത്യഭാമ ശാലിനിയുടെ പേര് പോലും കേൾക്കാൻ താല്പര്യമില്ലാത്തതുപോലെ മുഖം തിരിക്കുന്നു. പിന്നീട് 6 വർഷങ്ങൾക്ക് ശേഷം ശ്യാമയ്ക്ക് സമ്മാനിച്ച് ശാലിനി ആ കുഞ്ഞിനെ, തന്റെ പ്രാണന്റെ പകുതിയായിട്ടുണ്ടായിരുന്ന തന്റെ കുഞ്ഞിലൊരാളെ ശാലിനി തന്റെ പ്രിയപ്പെട്ട സഹോദരിക്ക് നൽകിയിട്ട് അവിടെ നിന്ന് IAS ട്രെയിനിങ്ങിനായി പുറപ്പെട്ടത്. എന്നാൽ ആ 6 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോ ശ്യാമയുടെ കുഞ്ഞായി അവൾ വളർന്നു. അവൾ സത്യഭാമയുടെ വീടിന്റെ വിളക്കായി, ആ കുടുംബത്തിന്റെ സന്തോഷവും ആ കുടുംബത്തിന്റെ നിറകുടവുമായി അങ്ങനെ വളർന്നു വന്നു. അവൾ ഓരോ ദിവസവും ഓരോരോ ചോദ്യങ്ങൾ കൊണ്ട് ആ വീട്ടിലുള്ള ഓരോരുത്തരെയും ആ ചോദ്യങ്ങൾ കൊണ്ട് അതിന്റെ ഉത്തരത്തിനായി വീർപ്പുമുട്ടിക്കുകയും അതോടൊപ്പം അവളുടെ സംശയങ്ങൾക്ക് അറുതിയില്ലാതെ മുന്നോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം അവൾ വീട്ടിലെ ഹാളിൽ ഇരിക്കുന്ന ആ ഫോട്ടോയിലേക്ക് തന്നെ ഉറ്റുനോക്കുകയാണ്. ആ ഫാമിലി ഫോട്ടോയിൽ ഒരാളുടെ മുഖം മാത്രം അവ്യക്തമാക്കി ആ മുഖം മാത്രം മറച്ചു വെച്ചിരിക്കുന്നത് കണ്ട്, ഒരു സെല്ലോ ടേപ്പ് വെച്ച്, ആ ഒരു ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ആ മുഖത്തിനെ കാണാത്ത രീതിയിൽ അവിടെ ഒരാൾ മറച്ചു വെച്ചിരിക്കുന്നത് കണ്ട് ആകെ സംശയത്തോടെ അവൾ നോക്കി. ഈ ഫോട്ടോ മാത്രമെന്ന് ഇങ്ങനെ എന്നുള്ള സംശയത്തിൽ അവൾ നോക്കിക്കൊണ്ട് വേഗം അച്ഛ എന്ന് മുകളിലേക്ക് നോക്കി വിളിച്ചു. വിഷ്ണു അപ്പോഴേക്കും ആ വിളി കേട്ട് അവിടേക്ക് എത്തി. എന്താ മോളെ എന്ന് വിഷ്ണു കുഞ്ഞിനെ നോക്കി ചോദിക്കുമ്പോ കുഞ്ഞു വിളിച്ചു, വല്യച്ഛ, അച്ഛൻ എവിടെ എന്നായി ചോദ്യം. ഉടനെ രോഹിത് പിന്നാലെ വിഷ്ണുവിനോടൊപ്പം താഴേക്ക് എത്തി. എന്താ മോളെ എന്ന രോഹിത്തിന്റെ ചോദ്യം കേട്ട്, അച്ഛനിങ്ങി വന്നേ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. പിന്നീട് ഉടനെ തന്നെ അമ്മേ എന്ന് വിളിച്ചതും ശ്യാമ കിച്ചണിൽ നിന്നും എത്തി. അച്ഛമ്മേ എന്ന് വിളിച്ചതും സത്യഭാമ റൂമിൽ നിന്നും പുറത്തേക്ക് എത്തി. അച്ഛൻ എവിടെ അച്ഛമ്മേ എന്ന് ചോദിച്ചപ്പോ രാഘവൻ നായർ വീൽ ചെയറിൽ നിന്ന് മാറി കയ്യിൽ ഒരു സ്റ്റിക്കും പിടിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ സ്റ്റെപ്പ് വെച്ച് അവിടേക്ക് എത്തി. അപ്പോഴേക്കും ശ്യാമയുടെ പിന്നാലെ അവിടേക്ക് നമ്മുടെ പൊന്നി എന്ന ആ വീട്ടിലെ ജോലിക്കാരിയും എത്തുന്നു. ഒപ്പം രാഘവൻ നായരുടെ കൂടെ ആ വീട്ടിലെ സഹായിയായ കാര്യസ്ഥനായ പിള്ളേച്ചനും എത്തി. എല്ലാവരും ആ കുടുംബ ചിത്രം മുഴുവൻ പൂർത്തിയായി അവിടെ വാതിക്കലേക്ക് എത്തിയതും സത്യഭാമ ചോദിച്ചു, എന്താ പൊന്നുമോളെ, നീ എന്തിനാ ഇത്ര രാവിലെ എല്ലാവരെയും വിളിച്ചു വരുത്തിയത് എന്ന് ചോദിച്ച് സത്യഭാമ വേഗം കുഞ്ഞിന്റെ അരികിലേക്ക് വന്നിരുന്നു. കുഞ്ഞപ്പോഴേക്കും സത്യഭാമയെ നോക്കിയപ്പോഴേക്കും ഉടനെ ശ്യാമ പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ സംശയം ചോദിക്കാനായിരിക്കും സത്യമേ എന്ന് പറഞ്ഞപ്പോ ഉടനെ സത്യഭാമ പറഞ്ഞു, അവളുടെ സംശയങ്ങൾ നിവർത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയല്ലേ, നമ്മൾ വേണ്ടേ അവളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി നൽകാൻ. എന്താ പൊന്നുമോളെ, ചോദിക്ക്, അച്ഛമ്മയോട് ചോദിക്ക് എന്ന് പറഞ്ഞു സത്യഭാമ സെറ്റിയിലിരുന്ന മോളുടെ കവളത്തൊരു ഉമ്മ കൊടുത്തതിന് ശേഷം കാര്യം അന്വേഷിച്ചു. അത്രയേറെ സന്തോഷത്തോടെ സത്യഭാമ വിവരം അന്വേഷിച്ചതും മോള് വേഗം ചോദിച്ചു, അച്ഛമ്മയും ആ ഫോട്ടോയിലുള്ള ആന്റി ഏതാ? അത് കേട്ടതും സത്യഭാമയുടെ മുഖമാകെ മാറി. ഉടനെ തന്നെ സത്യഭാമ ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുമ്പോ ഉടനെ കുഞ്ഞു ചോദിച്ചു, ഞാൻ എന്നും ചോദിക്കുന്നുണ്ടല്ലോ, ഇവിടെ എല്ലാവരോടും ചോദിച്ചു, ആരും മറുപടി പറയുന്നില്ല, ആ ആന്റിയുടെ മുഖം എന്താ അങ്ങനെ വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചതും സത്യഭാമ ഇഷ്ടപ്പെടാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ഇത് കണ്ട ഉടനെ രാഘവൻ നായരുടെയും മറ്റുള്ളവരുടെയൊക്കെ മുഖം പെട്ടെന്ന് അവരുടെ മുഖത്ത് ഭാവങ്ങൾ മനസ്സിലാക്കുന്ന സത്യഭാമ ഒന്നും മിണ്ടാതെ വേഗം ആ ചെയറിലേക്ക് വന്നിരുന്നു. വിഷ്ണുവിനെ നോക്കിയതും വിഷ്ണു ആകെ മൗനം പാലിച്ച് അങ്ങനെ തലകുമ്പിട്ട് നിൽക്കുമ്പോ വേഗം രോഹിത് മോളുടെ അരികിലേക്ക് ചെന്നു. മോളെ, അച്ഛനെ ഹോട്ടലിൽ പോകാൻ സമയമായി എന്ന് പറയുമ്പോ രോഹിത് അരികിലേക്ക് ചെന്നതും രോഹിത്തിന്റെ കയ്യിൽ പിടിച്ച് മോളി ചോദിച്ചു, അച്ഛാ, ആ ആന്റി ഏതാ എന്ന് ചോദിച്ചപ്പോ രോഹിത് പറഞ്ഞു, അതെ അച്ഛനെ സമയം വൈകി, ഹോട്ടലിൽ പോട്ടെ കേട്ടോ എന്ന് പറഞ്ഞ് വേഗം രോഹിത് മോളുടെ കവിളത്ത് ഒരു ഉമ്മ കൊടുത്ത്, ശ്യാമേ ഞാൻ ഇറങ്ങുവാ എന്ന് ശ്യാമയോടും യാത്ര പറഞ്ഞ് രോഹിത് വേഗം അവിടുന്ന് പോകാനായി വാതിക്കലേക്ക് എത്തിയതും കൊച്ചു വേഗം വീണ്ടും വിളിച്ചു, അച്ഛൻ പറഞ്ഞിട്ട് പോവും. പക്ഷെ രോഹിത് ഒന്നും മറുപടി പറയാതെ അവിടെ നിന്ന് പോയി. അതിനുശേഷം വേഗം കുഞ്ഞ് ശ്യാമയ്ക്ക് അരികിലേക്ക് എത്തി. അച്ഛൻ ഇത് ഇന്ന് സ്ഥിരം ഇങ്ങനെയാ, അച്ഛൻ എന്നോട് ഇക്കാര്യം പറയാതിരിക്കാൻ അച്ഛൻ മനഃപൂർവ്വം പോകുന്നതാ എന്ന് പറഞ്ഞു ശ്യാമയെ ചോദ്യങ്ങൾ കൊണ്ട് മോള് വീർപ്പ് മുട്ടിച്ചു. അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു, നമ്മുടെ കുടുംബത്ത് വേണ്ടാത്ത ഒരാളാത് എന്ന് പറഞ്ഞപ്പോ ഉടനെ സത്യഭാമയുടെ മറുപടി വിഷ്ണുവിനെ വേദനിപ്പിച്ചു. വിഷ്ണു വളരെ വേദനയോടെ സത്യഭാമയെ നോക്കുമ്പോ സത്യഭാമയുടെ നോട്ടത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി വിഷ്ണു ആകെ വിഷമവും ദേഷ്യവും ഒക്കെ കടിച്ചമർത്തി അങ്ങനെ പിടിച്ചു നിൽക്കുന്ന സമയത്ത് കുഞ്ഞരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, നമ്മുടെ കുടുംബത്ത് വേണ്ടാത്ത ആളാണെങ്കിൽ പിന്നെ എന്തിനാ നമ്മുടെ കുടുംബ ഫോട്ടോയില് ആ ആന്റിയെ നിർത്തിയിരിക്കുന്നത് എന്നായി സത്യഭാമയോടുള്ള മോളുടെ ചോദ്യം. ആ ചോദ്യത്തിന് മറുപടി ഒന്നും പറയാൻ കഴിയാതെ എല്ലാവരും അങ്ങ് വിഷമിച്ചു നിൽക്കുമ്പോ കുഞ്ഞു വേഗം
വിഷ്ണുവിന്റെ അരികിലേക്ക് എത്തി. കയ്യിൽ പിടിച്ചിട്ട് ചോദിച്ചു, വല്യച്ഛ, ഈ വീട്ടില് എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് വല്യച്ഛനല്ലേ? ഈ കൂടുതൽ ഏറ്റവും കൂടുതൽ എന്നെ ഇഷ്ടമുള്ളതും വല്യച്ഛനെ അല്ലേ? വല്യച്ഛൻ തന്നെ പറ, ആ ഫോട്ടോയിൽ ആന്റി ആരാണെന്ന് എന്ന് ചോദിച്ചതും വിഷ്ണു ആകെ സങ്കടത്തോടെ ആ ഫോട്ടോയിലേക്ക് നോക്കി. ശാലിനിയുടെ മുഖം മറച്ചു വെച്ചിരിക്കുന്ന സങ്കടത്തോടെ നോക്കുമ്പോൾ വിഷ്ണുവിന്റെ മനസ്സിലേക്ക് വന്നത് വിഷ്ണു പ്രണയത്തോടെ ശാലിനിക്ക് പിന്നാലെ നടന്നതും ശാലിനിയുടെ കഴുത്തിൽ താലി കെട്ടിയതും ശാലിനിയോടൊപ്പം പങ്കിട്ട ആ മനോഹര നിമിഷങ്ങൾ, ശാലിനി തനിക്ക് സമ്മാനിച്ച ആ സുന്ദര നിമിഷങ്ങൾ, ഒരിക്കലും ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോകാത്ത, മറക്കാൻ കഴിയാത്ത ആ മനോഹര നിമിഷങ്ങളെ കുറിച്ച് വിഷ്ണു ഓർമ്മിച്ചു. വിഷ്ണു വേഗം കുഞ്ഞിനരികിൽ അവിടെ ഇരുന്നുകൊണ്ട് വിഷ്ണു മറുപടി പറയാൻ ഒരുങ്ങുമ്പോഴേക്കും വിഷ്ണു മോളെ എന്ന് വിളിച്ച് കവിളത്ത് തലോടിക്കൊണ്ട് മോളോട് മറുപടി പറയാൻ തുടങ്ങുന്ന സമയത്ത് ശ്യാമ ആകെ സങ്കടത്തോടെ വിഷ്ണുവിന്റെയും ആ കുഞ്ഞിന്റെയും സംസാരം കേട്ട് ദയനീയമായി നോക്കി. വിഷ്ണു അപ്പോഴും സത്യഭാമയുടെ മുഖം തന്റെ നേരെ വരുന്നത് കണ്ടു. സത്യഭാമ വിഷ്ണുവിനോട് അത് പറയരുതെന്നുള്ള ഒരു ആക്രോശം ആ കണ്ണിലൂടെ വിഷ്ണുവിന് മനസ്സിലാക്കാൻ കഴിഞ്ഞതോടെ ഉടനെ രാഘവൻ നായർ പിള്ളേച്ചനെ വിളിച്ചു. പിള്ളേച്ചൻ അപ്പോഴേക്കും കാര്യം മനസ്സിലായി. പിള്ളേച്ചൻ വേഗം തന്നെ ആ സെറ്റിയിലിരുന്ന ബോൾ എടുത്ത് മോളുടെ നേരെ നീട്ടി. മോളെ, ദാ ഈ ബോൾ കൊണ്ടുപോയി മോള് പുറത്തുപോയി കളിച്ചു കേട്ടോ എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞ് ആ ബോളും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. എല്ലാവരും ആകെ വിഷമത്തോടെ ശാലിനി എന്ന ഒറ്റ പേര്, അല്ലെങ്കിൽ ശാലിനിയെ കുറിച്ചൊരു ചോദ്യം ആ കുഞ്ഞിന്റെ ഭാഗത്തുനിന്നുണ്ടായതോടെ എല്ലാവരും ആകെ മൗനം പാലിച്ച് വേദനയോടെ നിന്നു. വിഷ്ണു വേഗം ഒന്നും മിണ്ടാതെ സങ്കടത്തോടെ മുകളിലേക്ക് കയറി പോകുമ്പോ രാഘവൻ നായർ പറഞ്ഞു, ഭാമേ, ഇത് കുറച്ച് കൂടുതലാകട്ടോ ഭാമേ എന്ന് രാഘവൻ നായർ സത്യഭാമയോട് താക്കീതെന്നോണം പറയുമ്പോ സത്യഭാമ പറഞ്ഞു, എനിക്ക് ആ പേര് പോലും കേൾക്കണ്ട, എനിക്ക് ഇഷ്ടമല്ല, ഞാൻ സഹിച്ചോളാം, ദൈവം പൊറുക്കില്ല എന്ന് രാഘവൻ നായർ പറയുമ്പോ ദൈവകോപം ഞാൻ നോക്കിക്കോളാം, ഞാൻ സഹിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് സത്യഭാമ വീണ്ടും മുഖം കറുപ്പിച്ച് അവിടെ ഇരുന്നു. ഈ സമയത്ത് കുഞ്ഞു ബോളുമായി പുറത്തങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സിറ്റൗട്ടിലിരുന്ന് കളിക്കുച്ച് ആ പന്തെടുത്ത് ഒറ്റ അടിയടിച്ചതും നേരെ ആ മുറ്റത്ത് വന്നു നിന്ന പോലീസ് വണ്ടികൾക്ക് ഇടയിലേക്ക് അത് ചെന്ന് നിന്നു. കൃത്യമായി ACPയുടെ കാറിന്റെ മുന്നിലേക്ക് തന്നെ ആ ബോൾ ചെന്ന് വീണു. ACP കാറിൽ നിന്ന് ഇറങ്ങിയതും ഈ സമയത്ത് സോമശേഖരൻ പോലീസ് ജീപ്പിൽ നിന്ന് പുറത്തിറങ്ങി സല്യൂട്ട് ചെയ്തങ്ങനെ നിന്നു. അപ്പോഴാണ് തന്റെ കാൽച്ചൂട്ടിൽ വന്ന ആ പന്ത് തട്ടി ആ ACP തന്റെ കാൽച്ചൂട്ടിൽ തന്നെ പന്ത് കൊണ്ടുവന്ന് വെച്ചതും അത് വേഗം തന്നെ അയാൾ ചവിട്ടി പൊട്ടിച്ചു. സോമശേഖരൻ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ കുഞ്ഞു വെച്ച് തന്റെ ബോൾ നശിപ്പിച്ചു കളഞ്ഞ പോലീസ് ഓഫീസറെ നോക്കി. ചന്ദ്രബോസ് ആ ബോള് പൊട്ടിച്ചു കളഞ്ഞിട്ട് വളരെ ദയനീയമായി ആ ബോള് കാൽച്ചുവട്ടിൽ നിന്ന് കയ്യിലേക്ക് എടുത്തു. എന്നിട്ട് ചന്ദ്രബോസ് കുഞ്ഞിനോട് ചോദിച്ചു, മോളുടെ ബോളാണ് ഇത് എന്ന് ചോദിച്ചതും അതെ എന്ന് തലയാട്ടി. അയ്യോ, പൊട്ടിപ്പോയല്ലോ മോളെ എന്ന് പറഞ്ഞതും പോടാ എന്ന് പറഞ്ഞ് ആ കൊച്ച് അകത്തേക്ക് ഓടിപ്പോയി. കുഞ്ഞകത്തേക്ക് ഓടിയതും പോടാന്നുള്ള കൊച്ചിന്റെ വിളി കേട്ടതോടെ ചന്ദ്രബോസ് ആകെ അന്തിച്ചു നോക്കി. ഉടനെ സോമശേഖരൻ വിളിച്ചു, സാർ, എടോ, ഞാൻ അസിസ്റ്റന്റ് കമ്മീഷണർ അല്ലേ എടോ, എന്നിട്ട് ആ കൊച്ചു കണ്ടോടെ എന്നെ പോടാന്ന് വിളിച്ചിട്ട് പോയത്. ഉടനെ സോമശേഖരൻ പറഞ്ഞു, അയ്യോ, ആ കൊച്ചിന് അറിയത്തില്ലല്ലോ സാറേ, സാർ അസിസ്റ്റന്റ് കമ്മീഷണർ ആണെന്നുള്ള കാര്യം. അത് മാത്രമല്ല സാറേ, ഇന്നത്തെ കാലത്ത് ആയതുകൊണ്ട് ഞാനൊരു ഫ്രീ ആയിട്ട് സാറിനോടൊരു ഉപദേശം പറയാം സാറേ. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളോട് പ്രത്യേകിച്ച് നമ്മൾ കളിക്കാൻ പോകരുത്. മാത്രമല്ല ഇത് ആ സത്യഭാമയുടെ ചോര കൂടിയല്ലേ എന്ന് പറഞ്ഞതും ഉടനെ ചന്ദ്രബോസ് ചോദിച്ചു, അതെങ്ങനെയാണോ ആ സത്യഭാമയുടെ ചോരയാകുന്നത്? സത്യഭാമ ആ പത്മാവതി മരിച്ചു പോയപ്പോ അവരുടെ മകനെ ദത്തുപുത്രനായി ഏറ്റെടുത്തു എന്ന് വെച്ച് അത് സത്യഭാമയുടെ ചോരയാകുവോടോ? എന്താടോ തനിക്ക് ബോധമൊന്നുമില്ലേ എന്ന് സോമശേഖരനെ ചീത്ത പറഞ്ഞുകൊണ്ട് ചന്ദ്രബോസ് അങ്ങനെ നിൽക്കുമ്പോഴേക്കും മോള് ചെന്ന് പറഞ്ഞതനുസരിച്ച് പൊന്നി വേഗം കുഞ്ഞുമായിട്ട് അവിടെ സിറ്റൗട്ടിലേക്ക് എത്തി. ആരാടോ കൊച്ചിനെ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടേക്ക് വന്നതും ചന്ദ്രബോസ് അവിടെ നോക്കി നിൽക്കുന്നത് കണ്ടതോടെ പൊന്നിയുടെ ശബ്ദം നിലച്ചു. പൊന്നിയാകെ ഞെട്ടലോടെ അങ്ങനെ നോക്കി നിൽക്കുമ്പോ സോമശേഖരൻ പറഞ്ഞു, സാറെ രക്ഷപ്പെട്ടു കേട്ടോ, ഞാനോർത്ത് ആ വീട്ടിലെ ജോലിക്കാരിയും സാറിനെ ചീത്ത വിളിക്കുമെന്ന്. അത് കേട്ട ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു, ഇടോ, താൻ വായി തലയ്ക്കാതെ പോയി സെർച്ച് ചെയ്യടോ എന്ന് പറഞ്ഞു. ശരി സാർ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രബോസ് ആ സംസാരം കേട്ട് വേഗം മറ്റു പോലീസുകാരുമായിട്ട് അകത്തേക്ക് പോകാനായി സോമശേഖരനോട് അറിയിച്ചു. സോമശേഖരൻ മറ്റു പോലീസുകാരെ വിളിച്ചു, വാടോ നമുക്ക് സെർച്ച് ചെയ്യാമെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് ഓടിപ്പോകാൻ തുടങ്ങുമ്പോൾ ശ്യാമയും പുറത്തേക്കെത്തി. ചന്ദ്രബോസും മറ്റും നിൽക്കുന്ന കണ്ടതോടെ ശ്യാമ ആകെ അന്തിച്ചങ്ങനെ നോക്കിയിരുന്നു. ഉടനെ തന്നെ ചന്ദ്രബോസ് പറഞ്ഞനുസരിച്ച് സോമശേഖരനും മറ്റുള്ള പോലീസുകാരും അകത്തേക്ക് ഓടിക്കയറുമ്പോൾ സത്യഭാമ ഈ സമയത്ത് രാഘവൻ നായരോട് പറഞ്ഞു, ശാലിനി എന്നുള്ള പേര് പോലും എനിക്ക് കേൾക്കുന്ന ഇഷ്ടമല്ല എന്ന് സത്യഭാമയുടെ മറുപടി കേട്ടുകൊണ്ട് അങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുമ്പോൾ അകത്തേക്ക് സോമശേഖരനും മറ്റു പോലീസുകാരും അകത്തേക്ക് ഓടിയെത്തിരും. എടോടോ, വേഗം എല്ലാം വലിച്ചു വാരിയിട്ട് സെർച്ച് ചെയ്യടോ, എല്ലാം വലിച്ചു വാരിയിടോ എന്ന്
സോമശേഖരൻ വീണ്ടും വീണ്ടും പോലീസുകാരോട് ആക്രോശിച്ചുകൊണ്ടിരുന്നു. അത് കേട്ട ഉടനെ സത്യഭാമ ഞെട്ടലോട് ചോദിച്ചു, എന്താണ് സോമശേഖര? അപ്പോഴേക്കും സോമശേഖരൻ പറഞ്ഞു, ഒന്നും മിണ്ടാതിരിക്കും സത്യഭാമയെ എന്ന് ദേഷ്യപ്പെടുമ്പോ ഉടനെ സത്യഭാമ വേഗം, എടാ എന്റെ വീട്ടിൽ കയറി വന്ന് ധിക്കാരം കാണിക്കുന്നോടാ എന്ന് ചോദിച്ച് സത്യഭാമ സോമശേഖരനെ തന്നെ നേരെ പിടിച്ചു നിർത്തി സോമശേഖരന്റെ തോളി പിടിച്ചിട്ട് അയാളുടെ കർണത്തേക്ക് അടിക്കാനായി സത്യഭാമ കൈ ഉയർത്തിയതും സത്യഭാമ എന്ന് വിളിച്ച് ചന്ദ്രബോസ് അകത്തേക്ക് കയറി വന്നു. സത്യഭാമ ഞെട്ടിത്തെറിച്ച് നോക്കുമ്പോ ഉടനെ സത്യഭാമയുടെ ചന്ദ്രബോസ് പറഞ്ഞു, അയാളുടെ തോളത്തുനിന്ന് ആദ്യം കൈയെടുക്കും സത്യഭാമയെ. പെട്ടെന്ന് സത്യഭാമ കൈമാറ്റി ഒന്നും ചെയ്യാനില്ലാത്ത രീതിയിൽ ആകെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്നുണ്ട് അവിടേക്ക് സത്യഭാമയുടെ അരികിലേക്ക് ചന്ദ്രബോസ് കയറി വന്നു. ചന്ദ്രബോസ് വന്നതും രാഘവൻ നായരോട് പറഞ്ഞു, രാഘവൻ സാറേ, ഒരു സെർച്ച് ഉണ്ട്, അതിനുവേണ്ടി വന്നതാണ് ഞങ്ങൾ. അപ്പോഴേക്കും വിഷ്ണുവും താഴേക്ക് എത്തി. വിഷ്ണു മുകളിൽ നിന്ന് എന്താ സംഭവം എന്ന് അറിയാൻ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ശ്യാമയും ഒപ്പം കുഞ്ഞും അതോടൊപ്പം പൊന്നിയും കൂടി അവിടേക്ക് എത്തി. രാഘവൻ നായർ ചോദിച്ചു, ഇവിടെ സെർച്ച് ചെയ്യാനായിട്ട് വാറണ്ടുണ്ടോ? എന്ത് സെർച്ച് ഇവിടെ നടത്തുന്നത് എന്ന് ചോദിച്ചതും ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു, അതെ, ഇവിടെ സെർച്ച് നടത്തേണ്ടത് ഏത് വലിയ ആളുടെ അരികിലാണെങ്കിൽ പോലും സെർച്ച് നടത്തുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ പോലീസുകാർക്ക് അങ്ങനെ ഒരു നിർദ്ദേശം കിട്ടിയാ അത് തീർച്ചയായിട്ടും ചെയ്യും. പിള്ളേച്ചൻ ചോദിച്ചു, വാറണ്ടുണ്ടോ സാറേ എന്ന് ചോദിച്ചതും അതൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞ് വാറണ്ട് നേരെ പിള്ളേച്ചന്റെ കയ്യിലേക്ക് കൊടുത്തു. സത്യാമ്മയും ഒപ്പം രാഘവൻ നായർ അതിശയത്തോടെ നോക്കി കേൾക്കുമ്പോ എന്താ പിള്ളേ എന്ന് ചോദിച്ചതും സത്യാണ് സാറേ, വാറണ്ട് ഉണ്ട് എന്ന് രാഘവൻ നായരോട് പിള്ളേച്ചൻ മറുപടി നൽകി. അത് കേട്ട ഉടനെ തന്നെ എല്ലാവരും ആകെ അന്തിച്ചു നിൽക്കുമ്പോൾ ചന്ദ്രബോസ് പറഞ്ഞു, ഇപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ? ഉടനെ രാഘവൻ നായർ ചോദിച്ചു, അല്ല ചന്ദ്രബോസെ, ഇവിടെ ഇങ്ങനൊരു വാറണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ സെർച്ച് നടത്തുന്നൊരു മര്യാദയൊക്കെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചതും രാഘവൻ നായർ ചോദിച്ചത് കേട്ട് ചന്ദ്രബോസ് പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ കഴിയില്ലല്ലോ, എല്ലാം വലിച്ചു വേറിട്ട് നോക്കണോ എന്ന് ഉടനെ സോമശേഖരൻ പറയുന്നത് കേട്ടപ്പോ മുകളിൽ നിന്ന് വിഷ്ണു വിളിച്ചു. ചന്ദ്രബോസെ ആ വിളി കേട്ടതും എല്ലാവരും ഞെട്ടലോടെ നോക്കി. വേഗം വിഷ്ണു താഴേക്ക് ഇറങ്ങി വന്നു. അതെ, നിങ്ങളുടെ കൈ സെർച്ച് വാറണ്ടുണ്ട്, നിങ്ങൾക്ക് സെർച്ച് ചെയ്യുന്നതിൽ യാതൊരു തടസ്സവും ഞങ്ങൾ ഉണ്ടാക്കുകയുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ കയറി വന്ന മര്യാദയ്ക്ക് സെർച്ച് നടത്തിയില്ല എങ്കിൽ നിങ്ങളുടെ വാറണ്ടുള്ളതിന്റെ തോന്നിവാസത്തിൽ ഇവിടെയുള്ളതെല്ലാം വലിച്ചു വാരി താഴെ ഇട്ടിട്ട് പോയാൽ ഇത് ചെയ്ത ഒറ്റ യോഗത്തിനും ഇവിടെ നിന്ന് മര്യാദയ്ക്ക് തിരിച്ചു പോയില്ല. ഇത് കേട്ട ഉടനെ വിഷ്ണു അങ്ങനെ പറയുന്നത് കേട്ട് ചന്ദ്രബോസ് തല കുലുക്കിക്കൊണ്ട് അങ്ങനെ നിന്നു. ഉടനെ ചന്ദ്രബോസ് ചോദിച്ചു, പറഞ്ഞൊക്കെ മനസ്സിലായല്ലോ ചന്ദ്രബോസ് എന്ന് ചോദിച്ചതും ഉടനെ ചന്ദ്രബോസ് ചോദിച്ചു, അല്ല ഞാനേ ഒരു ACP ആണെന്നുള്ള കാര്യം നീ ഇപ്പോ മറക്കണ്ട എന്ന് പറഞ്ഞതും ഉടനെ ചന്ദ്രബോസിനോട് വിഷ്ണു പറഞ്ഞു, അക്കാര്യം ആദ്യം മറക്കാതെ നിൽക്കേണ്ടത് ചന്ദ്രബോസ് നീ തന്നെയാണ്. കാരണം നീ മുമ്പ് ഈ വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് തല്ലുകൊണ്ടിട്ടപ്പോ നീ വെറും ഒരു ASI മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോ നീ ACP ആയിട്ടുള്ള കാര്യവും അങ്ങനെ നിന്റെ സബോർഡിനേറ്റിനെ മുന്നിൽ വെച്ച് തല്ലുകൊള്ളാൻ പോകുന്നത് എന്റെ കൈ കൊണ്ടാണെന്നുള്ള കാര്യവും ഓർത്ത് അത് ഈ മൊത്തം പോലീസ് ഡിപ്പാർട്ട്മെന്റിന് തന്നെ നാണക്കേടാണ്. അപ്പോഴേക്കും ചന്ദ്രബോസ് പറഞ്ഞു, വിഷ്ണു നീ ആരോടെ പറയുന്നത് നിനക്ക് ഓർമ്മയുണ്ടോ? ഞാൻ ഒരു ACP ആണ് എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു, അതെ, നീ ഒരു കാര്യം കൃത്യമായി ഓർത്തു വെച്ചോ ചന്ദ്രബോസെ, ഇപ്പോ എനിക്ക് മുകളിൽ ആകാശവും താഴെ ഭൂമിയും മാത്രമാണ്, എനിക്ക് പ്രത്യേകിച്ചൊന്നും നോക്കാനില്ല എന്നുള്ള കാര്യം നീ മറക്കണ്ട എന്ന് ചന്ദ്രബോസിനോട് വിഷ്ണു വെല്ലുവിളിക്കുമ്പോൾ ഉടനെ തന്നെ സത്യഭാമയുടെ വീട് മുഴുവൻ സെർച്ച് ചെയ്യാനായി പറഞ്ഞു വിട്ട അതിലൊരു പോലീസുകാരനോട് ചന്ദ്രബോസ് പറഞ്ഞു, എടോ താൻ അകത്ത് കയറി നോക്കടോ. ദൈവം സത്യഭാമയുടെ മുറിയിലേക്ക് കയറി അയാൾ പരിശോധിക്കാനായി പോകുന്നത് കണ്ട് സത്യഭാമ ചോദിച്ചു, താൻ അവിടെ എന്താണ് നോക്കുന്നത്? അപ്പോഴേക്കും ഉടനെ തന്നെ പൊന്നിയും ശ്യാമയോട് ചോദിച്ചു, കുഞ്ഞെ അവിടെ എന്തായിരിക്കും? അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു, എനിക്കറിയില്ല എന്താ സംഭവം എന്ന് പറഞ്ഞ് ശ്യാമയും കൈമലർത്തി. അപ്പോഴാണ് പെട്ടെന്ന് സത്യഭാമ തന്റെ റൂമിലേക്ക് പോലീസ് കയറി പോകുന്നത് കണ്ട് സത്യഭാമ അവിടെ എന്താണോ എന്ന് ചോദിച്ച് പോകാൻ തുടങ്ങുമ്പോഴേക്കും അവിടേക്ക് പോകണ്ട സത്യഭാമയെ എന്ന് പറഞ്ഞ് സത്യഭാമയും സുനിത എന്ന ആ ലേഡി കോൺസ്റ്റബിൾ പിടിച്ചു നിർത്തുന്നു. ഇത് കണ്ട ഉടനെ തന്നെ ചന്ദ്രബോസ് നിൽക്കെ സത്യഭാമ വേഗം സുനിതയെ തല്ലാനായി ഒരുങ്ങി. നീ ആരടി എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ തടയാൻ എന്ന് ചോദിച്ച് സുനിതയെ തല്ലാൻ കൈ ഉയർത്തിയതും പെട്ടെന്ന് രാഘവൻ നായർ വിളിച്ചു, ഭാമേ വേണ്ട. ഈ സമയത്ത് സത്യഭാമയുടെ റൂമിലേക്ക് കയറിപ്പോയ ഒരു പോലീസുകാരൻ കിട്ടി സാറേ എന്ന് പറഞ്ഞ് അവിടുത്തെ ഡ്രോയിൽ നിന്ന് കിട്ടിയ ആ തോക്കുമായിട്ട് നേരെ ചന്ദ്രബോസിന്റെ അരികിലേക്ക് എത്തി. ചന്ദ്രബോസിന് നേരെ ആ തോക്ക് അയാൾ നീട്ടി. അത് വാങ്ങിച്ച ചന്ദ്രബോസ് പറഞ്ഞു, ഇത് തന്നെ സാധനം എന്ന് പറഞ്ഞ് അത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോ സത്യഭാമ ചോദിച്ചു, ഇതാണോ ചന്ദ്രബോസെ കാടടക്കി വെടിവെച്ചുകൊണ്ട് താൻ ഇവിടെ വന്ന് ഇത്രയേറെ സെർച്ച് നടത്തിയത്? ഇതേ ലൈസൻസ് ഇല്ലാത്തതല്ല, ഇത് ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത ലൈസൻസോടെയുള്ള തോക്ക എന്റെ കയ്യിൽ ഇരിക്കുന്നത് എന്ന്
ചന്ദ്രബോസിനോട് സത്യഭാമ അറിയിച്ചു. ഇത് കേട്ടതും ചന്ദ്രബോസ് പറഞ്ഞു, അതെ, ഈ തോക്ക് ഒരു മാരകായുധമാണല്ലോ സത്യാമ്മേ. പിന്നെ നിങ്ങൾ പറഞ്ഞ ലൈസൻസ്, അതെ, ആ ലൈസൻസ് ഇക്കഴിഞ്ഞ 30-ാം തീയതി ജില്ലാ കളക്ടർ റദ്ദ് ചെയ്തു. അക്കാര്യം നിങ്ങൾക്കറിയില്ലേ? അതിനുശേഷം കൃത്യമായി ആ തോക്ക് ഈ ലോക്കൽ സ്റ്റേഷനിൽ സബ്മിറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളത് ചെയ്തില്ല. അതുകൊണ്ട് മാരകായുധം കയ്യിൽ വെച്ചതിന്റെ കേസിലാണ് നിങ്ങളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇത് ആരുടെ പേരിലാണ് ഈ ലൈസൻസ് ഉള്ളത്, അയാളെയാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്ന് ചന്ദ്രബോസ് വേഗം സത്യഭാമയോട് അറിയിച്ചു. അത് കേട്ട ഉടനെ സത്യഭാമ പറഞ്ഞു, സംശയിക്കേണ്ട, ഈ ലൈസൻസ് എന്റെ പേരിൽ തന്നെയാണെന്ന് അറിയിച്ചു. ഉടനെ വിളാശൻ പറഞ്ഞു, അല്ല, ഇതുപോലെ ഒരു ലൈസൻസ് റദ്ദാക്കിയിട്ടുള്ള യാതൊരു യാതൊരു അറിയിപ്പും ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ. അക്കാര്യം ഞങ്ങൾ തോക്ക് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ആളെ അറിയിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചതും ഉടനെ ചന്ദ്രബോസ് ചോദിച്ചു, അതെ, നിങ്ങളുടെ ലൈസൻസ്, തോക്കിന്റെ ലൈസൻസ് കട്ട് ചെയ്തു എന്നുള്ള വിവരം ഇവിടെ വന്ന് എല്ലാവരോടും പറയാനായിട്ട് സത്യഭാമയുടെ വീട്ടിലെ പുറംപണിക്കാരനല്ല ഈ കളക്ടർ എന്ന് പറഞ്ഞത്, മനസ്സിലായോ? പിന്നെ നിങ്ങൾ അറിഞ്ഞോ അറിഞ്ഞില്ലോ എന്നുള്ളതല്ല പോലീസിന്റെ വിഷയം. നിങ്ങൾ ഈ വിവരം അറിഞ്ഞാലും ഇല്ലെങ്കിലും ശരി, ഇത് ഇവിടുത്തെ ലോക്കൽ സ്റ്റേഷനിൽ ഈ തോക്ക് നിങ്ങൾ നേരത്തെ തന്നെ സബ്മിറ്റ് ചെയ്തേണ്ടതായിരുന്നു. എന്നാൽ അത് ചെയ്യാത്ത പക്ഷം ഇത് ആരുടെ പേരിലാണോ ലൈസൻസ് അയാൾ അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞതും സത്യഭാമയെ നോക്കിയുള്ള ചന്ദ്രബോസിന് മറുപടി കേട്ട് സത്യഭാമ പറഞ്ഞു, സംശയിക്കണ്ട, തോക്ക് എന്റെ പേരിൽ തന്നെയാണ് എന്ന് പറഞ്ഞു. ഉടനെ രാഘവൻ നായർ പറഞ്ഞു, ചന്ദ്രബോസെ, ഇത് ചതിയാണ്, ഇങ്ങനെ ഒരു ചതി അത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ രാഘവൻ നായരോട് ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു, അതെ, ഇപ്പോ ഇങ്ങനെ ഒരു കാര്യം ചതിയാണെന്ന് പറയുന്നത് ശരിയാണോ രാഘവൻ സാറേ എന്ന് ചന്ദ്രബോസ് അന്വേഷിച്ചു. ഉടനെ ചന്ദ്രബോസിനോട് രാഘവൻ നായർ ചോദിച്ചു, അല്ല, ചതിയല്ലാതെ പിന്നെ എങ്ങനെയാണ്? ഇന്നലെ വരെ കയ്യിലിരുന്ന തോക്കില് ലൈസൻസ് ഉണ്ടായിട്ട് ഇന്ന് രാവിലെ അതിന് ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞു വന്നാൽ അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഇത് എവിടുത്തെ നിയമമാണ്? ഇത് എവിടെ നടക്കുന്ന കാര്യമാണ് ചന്ദ്രബോസെ എന്ന് ചോദിച്ച രാഘവൻ നായരോട് ചന്ദ്രബോസ് പറഞ്ഞു, ഇതിവിടെ നടക്കും രാഘവൻ സാറേ. കാരണം അങ്ങ് അമേരിക്കയിലും മറ്റ് ഫോറിൻ കൺട്രീസിലും ഒക്കെ ലൈസൻസ് ആരുടെ കയ്യിൽ വേണമെങ്കിലും കൊണ്ടു നടക്കാം. അതുകൊണ്ടാണ് അവിടെ ഏത് ഷോപ്പിംഗ് മാളിലും എവിടെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ആരെ വേണമെങ്കിലും കൊച്ചു കുട്ടികൾക്ക് പോലും കൊന്നു കളയാനുള്ള അധികാരവും അതിനുള്ള ലൈസൻസും നൽകിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ അതല്ല. ഈ നാട്ടിൽ, ഈ ഇന്ത്യ മഹാരാജ്യത്ത് അങ്ങനെ ഒരു കാര്യം നടപ്പിലാവില്ല. ഇവിടെ തോക്ക് ആര് കൈവശപ്പെടുത്തിയാലും അവർക്ക് അതിന്റെ ലൈസൻസ്, ഗവൺമെന്റ് കൊടുക്കുന്ന ലൈസൻസ് ഉണ്ടാവണം. ഗവൺമെന്റിന് എപ്പോ വേണമെങ്കിലും വിവേചനാധികാരം വെച്ച് അതിന്റെ ലൈസൻസ് റദ്ദ് ചെയ്യാവുന്നതുമാണ്. അതുപോലെ തന്നെ ഇവിടെ ആരുടെ കയ്യിലൊക്കെ ഈ ലൈസൻസ് ഉള്ള തോക്കുണ്ടോ ആ ആളുകളൊക്കെ ഒരു VIP അവിടെ പെട്ടെന്ന് ഒരു വിസിറ്റിന് വരികയാണെങ്കിൽ ആ പ്രദേശത്തുള്ള എല്ലാ ആളുകളുടെയും ലൈസൻസ് കൈവശം വെച്ചിരിക്കുന്ന എല്ലാ ആളുകളുടെ കയ്യിൽ നിന്നും ആ തോക്ക് കൃത്യമായി ആ ലോക്കൽ സ്റ്റേഷനിൽ സബ്മിറ്റ് ചെയ്യേണ്ടതുമാണ്. അത്തരം നിയമങ്ങളൊക്കെ നിങ്ങൾക്കറിയില്ലേ എന്ന് ചന്ദ്രബോസ് അറിയിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പോ ഇത് ലൈസൻസ് ഇല്ലാത്ത ഈ തോക്ക് കയ്യിൽ വെച്ചതിന്റെ പേരിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ലൈസൻസ് കൈവശപ്പെടുത്തിയതിനാൽ ഇതിന്റെ പേരിൽ ഒരു മാരകായുധം കൈവശപ്പെടുത്തി കയ്യിൽ വെച്ചു എന്നതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞതും രാഘവൻ നായർ പറഞ്ഞു, ശരി ചന്ദ്രബോസെ, അങ്ങനെയാണെങ്കിൽ ഭാമയുടെ ഒരു സീനിയർ സിറ്റിസൺ അല്ലേ, അതുപോലെ തന്നെ നാട്ടുകാരൊക്കെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വം, ആ നിലയ്ക്ക് സത്യഭാമയുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയും ഹാർട്ടിന് പ്രോബ്ലം ഉള്ള ആൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ആരോഗ്യസ്ഥിതി എല്ലാം വെച്ച് ഇങ്ങനൊരു അറസ്റ്റ് അത് ഒഴിവാക്കിക്കൂടെ ചന്ദ്രബോസെ എന്ന് രാഘവൻ നായർ ചോദിച്ചിട്ടും ചന്ദ്രബോസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതൊക്കെ നടക്കും രാഘവൻ സാറേ. കാരണം എനിക്ക് ഈ തോക്ക് ഇപ്പൊ നിങ്ങൾ കയ്യിൽ വെച്ചാൽ നാളെ രാവിലെ നിങ്ങൾ എതിർത്തുകൊണ്ട് ആരെയെങ്കിലും കൊണ്ട് വെടിവെക്കുകയൊന്നും ഇല്ല എന്നും എനിക്കറിയാം. പിന്നെ ഇത് നിങ്ങൾ കൈവശപ്പെടുത്തുന്നതുകൊണ്ട് നിങ്ങൾ ഒരു കുഴപ്പം ഉണ്ടാക്കില്ലെന്നും എനിക്കറിയാം. പക്ഷേ ഇതുകൊണ്ട് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഈ തോക്ക് കൃത്യമായിട്ട് നിങ്ങൾ കൈവശപ്പെടുത്തുമ്പോൾ ഈ തോക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ലോക്കൽ സ്റ്റേഷനിൽ കൊണ്ടുപോയി നിങ്ങളത് അവിടെ സബ്മിറ്റ് ചെയ്തു എന്നുള്ള ഒരു റെസിപ്റ്റ് നിങ്ങളുടെ വേണമെങ്കിൽ എനിക്ക് വാങ്ങിച്ചു തരുകയും ചെയ്യാം. പക്ഷെ ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന് ഒരു കാര്യം മാത്രം ചെയ്യണം. ഒറ്റയൊരു നിബന്ധന, ഒരു കണ്ടീഷനുണ്ട്. അത് കേട്ട ഉടനെ വിഷ്ണുവും രാഘവൻ നായരും സത്യാമ്മയും അതെന്താണെന്നുള്ള രീതിയിൽ നോക്കി. ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു, അതെ, ഞാൻ ഇവിടെ വന്നപ്പോ മുതൽ ഇവിടെയുള്ള എല്ലാവരും എന്നെ വിളിക്കുന്നത് ചന്ദ്രബോസ്, ചുമ്മാ എന്റെ പേര് വിളിക്കുക, ചന്ദ്രബോസ് എന്ന്. എന്നെ മടിയിലെടുത്ത് ഈ പേര് വിളിച്ചതുപോലെ. എന്താ ആ നിൽക്കുന്ന കൊച്ചു കുട്ടി പോലെ എന്നെ എടാ പോടാന്നാ വിളിക്കുന്നത്.
എന്റെ സബോർഡിനേറ്റിന് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ വിളി വിളിക്കുന്നെന്നുള്ള കാര്യം നിങ്ങളെല്ലാം മറക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒറ്റയൊരു കാര്യം മാത്രമേ ഉള്ളൂ എന്ന് ചന്ദ്രബോസ് പറയുമ്പോൾ രാഹുൽ നായർ ചോദിച്ചു, എന്താ ചന്ദ്രബോസെ, ചന്ദ്രബോസന്റെ ഈ പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചതും ചന്ദ്രബോസ് പറഞ്ഞു, രാഘവൻ സാറേ, രാഘവൻ നായരെ ഞാൻ സാറെന്ന് വിളിക്കുന്നത് നിങ്ങൾ എന്നെ കുടിപ്പള്ളിക്കളത്തിൽ പഠിപ്പിച്ചത് കൊണ്ടൊന്നുമല്ല, മറിച്ച് അങ്ങോട്ട് ഞാൻ ബഹുമാനം കാണിക്കുമ്പോൾ ആ ബഹുമാനം തിരിച്ചും തരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. എന്താടോ കാര്യസ്ഥ, അങ്ങനെയല്ലേ എന്ന് പിള്ളാച്ചനോട് ചോദിച്ചതും എല്ലാവരും മുഖം തിരിച്ചു. ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു, അങ്ങനെ ഒരു ബഹുമാനം എനിക്കും വേണ്ടേ, എനിക്കും കിട്ടണ്ടേ, ഇല്ലെങ്കിൽ എന്റെ കൂടെയുള്ള ഈ സബോർഡിനേറ്റ് പോലും ചിന്തിക്കില്ലേ ഞാൻ എവിടുത്തെ പോലീസുകാരനാണെന്ന്. അത് കേട്ട ഉടനെ തന്നെ, അല്ല അതിനിപ്പോ എന്ത് വേണമെന്നാ ചന്ദ്രബോസ് പറയുന്നത് എന്ന് രാഘവൻ നായർ ചോദിച്ചതും ചന്ദ്രബോസ് പറഞ്ഞു, ഞാനിപ്പോ ഈ ഈ ഒരു കാര്യം മാത്രമേ എനിക്കുള്ളൂ, ഒറ്റയൊരു കാര്യം. ഈ സത്യഭാമ എന്നെ ഒരു വട്ടമെങ്കിലും സാറെന്ന് വിളിക്കണം, ഒരേ ഒരു വട്ടം സാറെന്ന് വിളിച്ചാൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ ഈ തോക്ക് ഞാൻ കൈപ്പറ്റി എന്നുള്ള റെസിപ്റ്റ് എഴുതി തന്ന് ഞാൻ ഈ കണ്ട പോലീസുകാരെ എല്ലാം വിളിച്ച് ഞാൻ ഇവിടെ നിന്ന് പോയിക്കോളാം, എന്താ അത് പറ്റുമോ എന്ന് ചോദിച്ചതും സത്യഭാമ തല കുനിച്ചു. ഉടനെ അവിടെയുള്ള എല്ലാവരും സത്യഭാമ ചന്ദ്രബോസിനെ സാറെന്ന് വിളിക്കുമോ ഇല്ലയോ എന്ന് അറിയാൻ അങ്ങനെ നിൽക്കുമ്പോഴേക്കും ഉടനെ സത്യഭാമ ഒന്നും മിണ്ടാതെ തല കുനിച്ചകന്നു. വേഗം പിള്ളച്ചൻ പറഞ്ഞു, സത്യാമ്മയെ ഒന്ന് എന്ന് കൈകൊണ്ട് കാണിച്ചതും സത്യഭാമ വേഗം ചന്ദ്രബോസിനെ നോക്കിയിട്ട് പറഞ്ഞു, ചന്ദ്രബോസേ, നമുക്ക് അങ്ങ് പോയാലോ? കുതിര കഴുതയുടെ തലയിൽ ക്യാപ്പ് വെച്ചെന്ന് വെച്ച് കുതിരക്കുട്ടി ഒരിക്കലും അതിനെ ബഹുമാനിക്കില്ല, മനസ്സിലായോ? അതിനെ ഒരിക്കലും ACP ആയി അംഗീകരിക്കുകയുമില്ല എന്ന് പറഞ്ഞ് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറാണെന്ന് ഒരിക്കലും കുതിരക്കുട്ടി തെറ്റിദ്ധരിക്കില്ല എന്ന് പറയുമ്പോൾ ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു, സുനിതേ, എന്നാ സത്യഭാമയെ പിടിച്ചോ എന്ന് പറഞ്ഞപ്പോ സുനിത വേഗം സത്യാമ്മയുടെ കയ്യിൽ കടന്നു പിടിച്ചു. സത്യഭാമ പോകാനായി തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് വിഷ്ണു പറഞ്ഞു, നിൽക്ക്. അത് കേട്ട ഉടനെ എന്താ കാര്യം എന്നറിയാനായി എല്ലാവരും ആശ്ചര്യത്തോടെ നോക്കി. ഉടനെ വിഷ്ണു മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, സാറേ, അമ്മയെ കൊണ്ടുപോകാൻ പറ്റില്ലെന്നുള്ള രീതിയിൽ വിഷ്ണു അങ്ങനെ ചന്ദ്രബോസിനെ നേരെ നോക്കി. സാറൊന്നും വിളിക്കാതെ തന്നെ ചന്ദ്രബോസിനെ നേരെ വിഷ്ണുവിനെ നോട്ടം കണ്ടതും ചന്ദ്രബോസ് രാഘവൻ നായരെ വിളിച്ചു, രാഘവൻ സാറേ, ഞങ്ങൾ ഞങ്ങളുടെ നിയമമാണ് നടപ്പിലാക്കുന്നത്, ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്, അതിനെ തടയാൻ ശ്രമിച്ചാൽ എന്ന് പറഞ്ഞപ്പോ രാഘവൻ നായർ വിഷ്ണുവിനെ വിളിച്ചു, വിഷ്ണു, നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, അവർക്ക് നിയമം അതുപോലെ ഉണ്ടെങ്കിൽ അതേ നിയമം തന്നെ നമുക്കും പല കാര്യങ്ങളും നമുക്കും നടപ്പിലാക്കി തരുന്നുണ്ട് എന്ന് വിഷ്ണുവോട് രാഘവൻ നായർ അറിയിച്ചു. അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, അച്ഛാ, അമ്മ ഇവരിവിടെ നിന്ന് കൊണ്ടുപോവില്ല എന്ന് പറഞ്ഞു. രാഘവൻ നായരുടെ നേരെയുള്ള വിഷ്ണുവിന്റെ വാക്ക് കേട്ട് ചന്ദ്രബോസ് പറഞ്ഞു, വിഷ്ണു, നീ എന്താ ഈ പറയുന്നത്? നിന്റെ അമ്മയെ ഞാൻ കൊണ്ടുപോകില്ലെന്നോ? സത്യഭാമയെ ഇവിടുന്ന് കൊണ്ടുപോകുക തന്നെ ചെയ്യുമെന്ന് ചന്ദ്രബോസ് പറയുമ്പോ വിഷ്ണു പറഞ്ഞു, എന്നാ ആ തെറ്റ് ചെയ്തത് അമ്മയല്ല, ഞാനാ. അത് കേട്ട ഉടനെ ചന്ദ്രബോസ് ചോദിച്ചു, അല്ല, ഇതിന്റെ ലൈസൻസ് സത്യഭാമയുടെ പേരിലാണല്ലോ വിഷ്ണു, പിന്നെ എങ്ങനെ നീ കുറ്റവാളിയാകും എന്ന് ചോദിച്ചതും, ഈ മാരകായുധം കയ്യിൽ വെച്ച പ്രതിയല്ലേ നിങ്ങൾക്ക് വേണ്ടത്, അത് ഞാനാണ്. 30-ാം തീയതി കളക്ടർ ലൈസൻസ് റദ്ദ് ചെയ്തതല്ലേ, ആ വിവരം ഞങ്ങൾ അറിഞ്ഞിരുന്നു. അമ്മ എന്റെ കയ്യിൽ തോക്ക് തന്നതുമാണ് ലോക്കൽ സ്റ്റേഷനിൽ സബ്മിറ്റ് ചെയ്യാൻ. അമ്മയോട് ഞാൻ അത് അവിടെ കൊടുത്തു എന്ന് കളവ് പറഞ്ഞ് ഞാൻ തന്നെയാണ് ഇത് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നത്. അപ്പോ ഞാനല്ലേ പ്രതി എന്ന് വിഷ്ണു ചന്ദ്രബോസിനോട് ചോദിച്ചു. അത് കേട്ടതും ചന്ദ്രബോസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓഹോ, അത് ശരി. അപ്പൊ സത്യഭാമയുടെ പേരിലുള്ള ഈ ലൈസൻസ് ഉള്ള തോക്ക്, ഈ ലൈസൻസ് ഉണ്ടായിരുന്ന ഈ തോക്ക് നീ അത് സബ്മിറ്റ് ചെയ്യാനായി പോലീസ് സ്റ്റേഷൻ സബ്മിറ്റ് ചെയ്യാനായി നിന്റെ ഈ തന്നു വിട്ടെന്നും നീ അത് അവിടെ സബ്മിറ്റ് ചെയ്തില്ല എന്നും എന്നിട്ട് നീ അത് മറച്ചു വെച്ചു എന്നും എന്നല്ലേ പറഞ്ഞു വരുന്നത്? എന്റെ വിഷ്ണു, നീ അങ്ങനെ ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരുന്ന ആ തോക്ക്, നീ കൈവശം വെച്ചിരുന്ന ആ തോക്ക് എന്ന് പറഞ്ഞാൽ അത് സത്യഭാമയുടെ റൂമിലെ ഡ്രോയറിൽ നിന്ന് ഞങ്ങൾ കണ്ടെടുത്തതല്ലേ ഈ തോക്ക്. അപ്പൊ പിന്നെ ഇതെങ്ങനെ ശരിയാകും വിഷ്ണു? നീ പറഞ്ഞ കഥ ഒട്ടും വിശ്വാസയോഗ്യമല്ലല്ലോ വിഷ്ണു. പിന്നെ മറ്റേത് പോലീസ് ഓഫീസർ കേട്ടാലും ഇതിലൊട്ടും വിശ്വാസയോഗ്യതയില്ല എന്ന് അവർക്ക് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാനും കഴിയും. പക്ഷെ ഇവിടെ കേസ് നിന്റേതായതുകൊണ്ട് വിഷ്ണു ഞാൻ അങ്ങ് വിശ്വസിക്കുന്നു. നിന്നെയാണെങ്കിൽ എനിക്ക് അത് മതി വിഷ്ണു. നിന്നെ തന്നെ കിട്ടുന്നതാണ് എനിക്കും സന്തോഷം. എന്നാ നമുക്ക് പോകാടാ മോനെ എന്ന് വിഷ്ണുവിനോട് ചന്ദ്രബോസ് വിളിച്ചു. ഉടനെ വിഷ്ണു പോകാമെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴേക്കും സത്യാമ്മ വിഷ്ണുവിനെ പിടിച്ചു. മോനെ എന്ന് വിളിച്ചതും വിഷ്ണു സത്യഭാമയെ നോക്കിയിട്ട് പറഞ്ഞു, അമ്മേ, ഒരു തോക്കിന്റെ കേസല്ലേ, തൂക്കുകാരൊന്നും കിട്ടാൻ പോകുന്നില്ല. അച്ഛാ, ഞാൻ പോയിട്ട് വരാം എന്ന് രാഘവൻ നായർ വിളിച്ചിട്ട് വിഷ്ണു പോവുകയെന്ന് പറയുമ്പോൾ രാഘവൻ നായർ മോനെ എന്ന് വിഷമത്തോടെ വിളിക്കുന്നു. ഈ സമയത്ത് വിഷ്ണു ചന്ദ്രബോസിനെ നോക്കിയിട്ട് ചോദിച്ചു, എന്നാ നമുക്ക് ഇറങ്ങിയാലോ ചന്ദ്രബോസെ എന്ന് ചോദിച്ചതും, പിന്നല്ലേടാ മോനെ, നീ വാ എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ പിടിച്ചുകൊണ്ട് ചന്ദ്രബോസും പോലീസ് ടീമും പുറത്തേക്ക് ഇറങ്ങി.
സത്യാമ്മ ആകെ വിഷമത്തോടെ സിറ്റൗട്ടിലേക്ക് വന്നിരുന്നു. വിഷ്ണുവിനെ പോലീസ് ജീപ്പിലേക്ക് കൊണ്ടുപോകാനായി അവിടേക്ക് വന്നിറങ്ങിയതും സത്യാമ്മ നോക്കി നിൽക്കുന്നത് കണ്ടതോടെ വിഷ്ണു സത്യാമ്മയോട് പറഞ്ഞു, സങ്കടപ്പെടേണ്ട. അപ്പോഴേക്കും ഉടനെ വിഷ്ണു തന്റെ കൂടെ വന്ന് നിൽക്കുന്നതിന്റെ അഹങ്കാരത്തിൽ ചന്ദ്രബോസ് എല്ലാവരും ആ കാഴ്ച കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ഉടനെ വേഗം തന്റെ കൂടെ വന്ന പോലീസുകാരോട് പറഞ്ഞു, അതെ സോമശേഖര, ഒരു കാര്യം ചെയ്യേ, അവനെ നമ്മുടെ വയൽ വാഹനത്തിലേക്ക് അങ്ങ് കയറ്റിയേക്ക് എന്ന് പറഞ്ഞു. ഉടനെ വിഷ്ണുവിനെ പിടിച്ചുകൊണ്ട് അവര് ജീപ്പിൽ കയറ്റി. എന്നിട്ട് വിഷ്ണുവിനെ ആ വണ്ടിയിലേക്ക് കയറുക എന്ന് പറയുമ്പോൾ വിഷ്ണു പറഞ്ഞു, കയറുകയല്ലേ, നിങ്ങളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞ് വിഷ്ണു ഒരു കുഴപ്പവുമില്ലാത്തതുപോലെ ജീപ്പിലേക്ക് കയറി. ഈ സമയത്ത് അവിടെ നിന്ന് ചന്ദ്രബോസ് സത്യഭാമയെ നോക്കിയിട്ട് പറഞ്ഞു, സത്യഭാമയെ ടാറ്റ, അപ്പൊ രാഘവൻ സാറേ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അവരെ കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ട് അവിടെ നിന്ന് ACP പോകുന്നു. ACPയുടെ പിന്നാലെ വിഷ്ണു ആ ജീപ്പിൽ കയറി പോകുന്നത് കണ്ട് വിഷമത്തോടെ ശ്യാമയോട് മോളി ചോദിച്ചു, അമ്മേ വല്യച്ഛനെ പോലീസുകാർ തല്ലു അമ്മേ എന്ന് സങ്കടപ്പെടുമ്പോ ഒന്നും മിണ്ടാതെ ശ്യാമ നിന്നു. ഉടനെ തന്നെ അവിടെ നിന്ന് സത്യഭാമ വേഗം റൂമിലേക്ക് പോവുകയും സത്യഭാമ അകത്തേക്ക് കയറി വന്ന് മൊബൈൽ ഫോൺ എടുത്ത് തനിക്ക് വേണ്ടപ്പെട്ടവരെയെല്ലാം വിളിക്കുന്നു. ഈ സമയത്ത് കുഞ്ഞു വേഗം രാഘവൻ നായർ അരികിലേക്ക് എത്തി വിളിച്ചു, അച്ചച്ച വല്യച്ഛനെ അവരുടനെ വിടുവോ എന്ന് ചോദിച്ചതും രാഘവൻ നായർ പറഞ്ഞു, അതെ, നാശമാണ് മോളെ, നാശം നമ്മുടെയല്ല, നമ്മുടെ ശത്രുക്കളുടെ നാശം. അതിനുവേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. 11 അക്ഷോണിപ്പടകളെയും നേരിടാനുള്ള കരുത്തും ശക്തിയും ഇല്ലാഞ്ഞിട്ടല്ല ആ കൗരവർക്കെതിരെ അന്ന് പാണ്ഡവർ പോരാടാൻ ഇറങ്ങിയിരുന്നത്. സ്വന്തം ജന്മനാട്ടിൽ പോലും ജീവിക്കാനുള്ള അവകാശവും കാലുകുത്താനുള്ള അവകാശവും നിഷേധിച്ചപ്പോൾ പോലും അവര് അരക്കില്ലത്തും അതുപോലെ തന്നെ അവർ പല സ്ഥലങ്ങളിലും ആൾമാറാട്ടം നടത്തിയും ജീവിക്കേണ്ടി വന്നത് അവർക്ക് പോരാടാൻ അറിയാത്തത് കൊണ്ടായിരുന്നില്ല, മറിച്ച് അവരുടെ നാട് നേടിയെടുക്കാനായി, അവരുടെ നാടിനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി അവർക്ക് ശക്തമായിട്ട് അവരോടൊപ്പം നിൽക്കാനായിട്ട് ഒരു ആളുണ്ടായിരുന്നില്ല, അതുകൊണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ ഒരാൾ വന്നു, ആ മധുരാധിപതി. അതുപോലെ തന്നെ ഇവിടെ സകല നാടിനും സകല ജനങ്ങൾക്കും സകലർക്കും നന്മയും ശക്തിയും സകലർക്കും നല്ലതും വരുത്തുന്നതിന് വേണ്ടി, നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി ഭഗവാൻ അവതരിച്ചതുപോലെ ഇവിടെയും ഒരു അവതാര പിറവി ഉണ്ടാകും തീർച്ച. ഉടനെ തന്നെ ആ അവതാരം വന്നെത്തും. ഇവിടെ നമ്മുടെ വിഷ്ണുവിന് നേരെ ഇങ്ങനെയൊരു അതിക്രമം ഉണ്ടായ സ്ഥിതിക്ക് അവന്റെ പാതി തന്നെ അവന് തുണയായിട്ട് എത്തിയിരിക്കും എന്ന് രാഘവൻ നായർ പറയുമ്പോൾ ശാലിനിയും സത്യഭാമയുടെ ഒക്കെ ആ ജില്ലയിലേക്ക്, സത്യഭാമയുടെ നാട്ടിലേക്ക്, കൃത്യമായി ശാലിനിയുടെ നാട്ടിലേക്ക് ജില്ലാ കളക്ടറായി ഓർഡർ കിട്ടി അവിടെ ജോയിൻ ചെയ്യുവാനായി അവിടേക്ക് ശാലിനി വന്നുകൊണ്ടിരിക്കുന്നു.